കേരളത്തിൽ ഏതൊരു വലിയ ദുരന്തം സംഭവിക്കുമ്പോഴും അവിടെയൊക്കെ ഉയർന്നു വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇത്ര വലിയ ദുരന്തം ഇവിടെ സംഭവിക്കില്ലായിരുന്നു എന്നത്. സത്യത്തിൽ എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ടെന്നും എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നതെന്നും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് നടപ്പാക്കാതെ പോകുന്നതെന്നും എന്തൊക്കെ പ്രൊട്ടസ്റ്റുകളാണ് ഈ റിപ്പോർട്ടിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളത് എന്നതിനെയൊക്കെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2010 UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് അന്നത്തെ യൂണിയൻ എൻവയോൺമെൻറ്റ് മിനിസ്റ്ററായിരുന്ന ജയറാം രമേശാണ് പശ്ചിമഘട്ടത്തിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാനായി ഗാഡ്ഗിൽ കമ്മീഷനെ നിയോഗിക്കുന്നത്. എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾക്ക് മുൻപ് തന്നെ പശ്ചിമഘട്ടത്തെ അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടുകളെക്കുറിച്ച് വ്യത്യസ്ത തരം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് കൂടി പറഞ്ഞു പോകാം. അതിലൊന്നാമത്തേതാണ് 1987 നടന്ന വെസ്റ്റേൺ ഗട്ട്സ് ബയോഡൈവേഴ്സിറ്റി എക്സ്പേർട്ട് ഗ്രൂപ്പ് എന്ന പഠനം. പിന്നീട് 2008 നടന്ന നാഷണൽ ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ എന്ന പഠനവും എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന പഠനവും ഫോറസ്റ്റ് സർവേസ് ആൻഡ് റിപ്പോർട്ട്സും 1972 കൺസർവേഷൻ ഇനിഷ്യേറ്റീവ് ആൻഡ് റിപ്പോർട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റും ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾക്ക് മുൻപേ നടത്തിയ പഠനങ്ങളാണ്. ഇത്രയും പഠനങ്ങളെ സമഗ്രമായി വിലയിരുത്തിയും വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ട പ്രദേശങ്ങളിലെ എക്സ്പേർട്ടുകളോടും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധരോടുമുള്ള വലിയ ചർച്ചകൾക്കും നിഗമനങ്ങൾക്കും നിരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ഗാഡ്ഗിൽ കമ്മീഷൻ ഗാഡ്ഗിൽ റിപ്പോർട്ട് തയ്യാറാക്കിയത്. നമുക്ക് ഗാഡ്ഗിൽ റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് എക്കോളജിക്കലി ഫ്രജൈൽ ലാൻഡ്, എന്താണ് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ എന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അവയിൽ ഒന്നാമത്തേതാണ് എക്കോ ഫ്രജൈൽ ലാൻഡ് എന്നത്. എക്കോ ഫ്രജൈൽ ലാൻഡിൽ നമുക്ക് നികുതി കൊടുത്ത് അവിടെ താമസിക്കാനോ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്താനോ സാധിക്കില്ല എന്നതാണ്. അത് വനം വകുപ്പ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എക്കോ സെൻസിറ്റീവ് സോൺ ആണെങ്കിൽ അവിടെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി വീട് വെച്ച് താമസിക്കുന്നതിനോ പലതരത്തിലുള്ള ആക്ടിവിറ്റികൾക്കും സാധിക്കുമെന്നതാണ്. ഇത് സംബന്ധമായ നിയന്ത്രണങ്ങളും അനുമതികളും വരുന്നത് 1986 എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്റ്റും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റും ഫോറസ്റ്റ് കൺസർവേഷൻ ആക്റ്റും 2006 നാഷണൽ എൻവയോൺമെൻറ്റ് പോളിസി ആക്റ്റും കോസ്റ്റൽ റെഗുലേഷൻ സോൺ 2022 ബയോഡൈവേഴ്സിറ്റി ആക്ട് എന്നിവയാണ്. ഇനി എന്താണ് എക്കോ സെൻസിറ്റീവ് സോൺ എന്നതുകൊണ്ട് ഭൂമിശാസ്ത്രപരമായി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എക്കോ സെൻസിറ്റീവ് സോൺ എന്നാൽ 2006 ദേശീയ പരിസ്ഥിതി നയം അതായത് നാഷണൽ എൻവയോൺമെൻറ്റ് ആക്ട് അനുസരിച്ച് ഒരു പ്രദേശത്തെ ഭൂപ്രകൃതി, വന്യജീവികൾ, ജൈവ വൈവിധ്യങ്ങൾ, ചരിത്രപരവും പ്രകൃതിദത്തവുമായ മൂല്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമാക്കി അവരുടെ സംരക്ഷണത്തിന് പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ളൊരു വളരെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെയാണ് എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്കോ സെൻസിറ്റീവ് സോണിൽ നിരോധിച്ചിരിക്കുന്നതും നിയന്ത്രണ വിധേയമായ ആക്ടിവിറ്റികളെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എക്കോ സെൻസിറ്റീവ് സോണുകളിൽ നിരോധിച്ചിരിക്കുന്നവയാണ് വാണിജ്യ ഖനനം, മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ, പ്രധാന ജലവൈദ്യുത പദ്ധതികൾ സ്ഥാപിക്കൽ, മരത്തിൻ്റെ വാണിജ്യ ഉപയോഗം എന്നിവ. എന്നാൽ ഈ പ്രദേശങ്ങളിൽ നിയന്ത്രണത്തോടെ ചെയ്യാവുന്നവയാണ് മരങ്ങൾ മുറിക്കുന്നതും റിസോർട്ടുകളും ഹോട്ടലുകളും നിർമ്മിക്കുന്നതും പ്രകൃതിദത്ത ജലത്തിൻ്റെ വാണിജ്യപരമായ ഉപയോഗവും ഇലക്ട്രിക്കൽ കേബിളുകൾ സ്ഥാപിക്കൽ, കാർഷിക സമ്പ്രദായത്തിലെ ശക്തമായ മാറ്റങ്ങൾ അതിനുദാഹരണമായി ഹെവി ടെക്നോളജി, കീടനാശിനികൾ മുതലായവ സ്വീകരിക്കൽ, റോഡുകളുടെ വീതി കൂട്ടൽ എന്നിവ നിയന്ത്രണ വിധേയമായി എക്കോ സെൻസിറ്റീവ് സോണുകളിൽ ചെയ്യാവുന്നവയാണ്. പിന്നീടുള്ളത് പെർമിറ്റഡ് ആക്ടിവിറ്റീസുകളാണ്. അതായത് നിലവിലുള്ള കാർഷിക അല്ലെങ്കിൽ ഹോർട്ടികൾച്ചറൽ രീതികൾ, മഴവെള്ള സംഭരണം, ജൈവ കൃഷി, റിന്യൂവബിൾ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം എന്നിവ എക്കോ സെൻസിറ്റീവ് പ്രദേശങ്ങൾ ചെയ്യാവുന്ന പെർമിറ്റഡ് ആക്ടിവിറ്റികളാണ്. ഇന്ത്യയിലെ എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകളുടെ അല്ലെങ്കിൽ പരിസ്ഥിതി ലോല മേഖലകളെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു മാപ്പാണ് സ്ക്രീനിലുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ് എക്കോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറഞ്ഞു. അവിടെ നിരോധിക്കപ്പെട്ടതും നിയന്ത്രണ വിധേയമായിട്ടുള്ളതുമായ ആക്ടിവിറ്റികളെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടമെന്നും ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട്. വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടം ഓരോ പ്രദേശങ്ങളനുസരിച്ച് വ്യത്യസ്തമായ പേരുകളാണ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നും കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി മലനിരകളെന്നും
കേരളത്തിൽ ഇവയെ ആനമല മലനിരകളെന്നും ഏലമല എന്നൊക്കെ അറിയപ്പെടുന്നു. പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഗട്ട്സ് എന്നത് ഏകദേശം 1600 കിലോമീറ്ററോളം മലനിരകളാൽ നീണ്ടു കിടക്കുന്ന മേഖലകളാണ്. ഇത് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റത്തുള്ള കന്യാകുമാരി ജില്ലയിലെ താപ്തി നദി മുതൽ സ്വാമിത്തോപ്പ് വരെ ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറിനരികിൽ തുടർച്ചയായി നീണ്ടു കിടക്കുന്ന പർവ്വതനിരകളാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഭൂമിശാസ്ത്രം എന്നത്. കേരളത്തിലെ ആനമുടി മലനിരകളാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും ഉയരം കൂടിയ മലനിരകളായി കണക്കാക്കുന്നത്. ഇനി വെസ്റ്റേൺ ഗട്ട്സിൻ്റെ അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ജൂൺ സെപ്റ്റംബർ മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഇന്ത്യൻ മൺസൂണിൻ്റെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ എന്നത്. ആഗോളതലത്തിൽ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന IUCN, അതായത് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിൻ്റെ ലിസ്റ്റിലെ 325 പരം സ്പീഷീസുകളെയാണ് പശ്ചിമഘട്ട മലനിരകളിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ആഗോളതലത്തിൽ ഭീഷണി നേരിടുന്ന പശ്ചിമഘട്ടത്തിലെ സസ്യജന്തുജാലങ്ങളെ പ്രതിനിധീകരിക്കുന്നത് 229 സസ്യയിനങ്ങളാണ്. ഇവയിൽ 31 മാമൽ സ്പീഷീസുകളും 15 പരം ബേർഡ് സ്പീഷീസുകളും 43 പരം ആംഫിബിയൻ സ്പീഷീസുകളും 5 പരം റെപ്റ്റൈൽ സ്പീഷീസുകളും 1 ഫിഷ് സ്പീഷീസുകളും ഉൾപ്പെടുന്നു. ഇതിൽ തന്നെ 129 എണ്ണം അപകട സാധ്യതയുള്ളവയായും 145 എണ്ണം വംശനാശ ഭീഷണി നേരിടുന്നവയായും 51 എണ്ണം സ്പീഷീസുകൾ അപകടകരമായ രീതിയിൽ വംശനാശ ഭീഷണി നേരിടുന്നവയായും തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടേണ്ട പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട മേഖലകൾ കൂടി ഒന്ന് പറഞ്ഞു പോകാം. അതിലൊന്നാമത്തേതാണ് കേരളത്തിലെ സൈലന്റ് വാലി നാഷണൽ പാർക്ക്, വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, പെരിയാർ നാഷണൽ പാർക്ക്, ഉത്തരാഖണ്ഡിലെ നന്ദാദേവി വാലി ഓഫ് ഫ്ലവേഴ്സ് നാഷണൽ പാർക്ക്, അതുപോലെ തന്നെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്, തമിഴ്നാട്ടിലെ മധുമലൈ നാഷണൽ പാർക്ക്, കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്, നാഗർഹോൾ നാഷണൽ പാർക്ക്, കുന്ദ്രേമുഖ് നാഷണൽ പാർക്ക്, ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ അണ്ണാമലൈ ടൈഗർ റിസർവ്, സത്യമംഗലം ടൈഗർ റിസർവ്, കൊടൈക്കനാൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നിവയാണ് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടേണ്ട പശ്ചിമഘട്ടത്തിലെ പ്രധാന മേഖലകൾ എന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടമെന്നും അവിടുത്തെ എക്കോ സെൻസിറ്റീവ് ഏരിയകളെക്കുറിച്ചും അതുപോലെ തന്നെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ട പ്രദേശങ്ങളെക്കുറിച്ചും നമ്മൾ ഇതുവരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് കൂടി നോക്കാം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളും അടങ്ങുന്ന എക്കോസിസ്റ്റവും നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയം രൂപീകരിച്ച വിദഗ്ധ സമിതിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി അല്ലെങ്കിൽ ഗാഡ്ഗിൽ കമ്മീഷൻ എന്ന് പറയുന്നത്. ജൈവ വൈവിധ്യ പരിസ്ഥിതി സംരക്ഷണ മേഖലകളിലെ 14 വിദഗ്ധരാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് തയ്യാറാക്കാനായി സമിതിയിൽ നിയോഗിക്കപ്പെട്ടിരുന്നത്. അതിൻ്റെ അധ്യക്ഷനായിരുന്ന മാധവ് ഗാഡ്ഗിലിൻ്റെ പേരിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് ഈ റിപ്പോർട്ട് പിന്നെ അറിയപ്പെട്ടത്. ഇനി ആരാണ് ഈ മാധവ് ഗാഡ്ഗിൽ എന്നുകൂടി പറഞ്ഞു പോകാം. ഇന്ത്യക്കാരനായ പരിസ്ഥിതി വിദഗ്ധനാണ് മാധവ് ഗാഡ്ഗിൽ. 1942 പൂനെയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും മുംബൈയിൽ നിന്നും ജീവശാസ്ത്രം പഠിച്ച ശേഷം മാധവ് ഗണിത പരിസ്ഥിതി ശാസ്ത്രത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് ചെയ്തു. 1973 മുതൽ 2024 വരെ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ അധ്യാപകനായിരുന്നു ഗാഡ്ഗിൽ. അതുമാത്രമല്ല ഇന്ത്യയിലെ 3rd ഹയസ്റ്റ് സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും 4th ഹയസ്റ്റ് സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഗാഡ്ഗിൽ കമ്മീഷനെ നിയമിച്ചതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്ന ചില നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നതായി കാണാം. അതിലൊന്നാമത്തേതെന്നത് പരിസ്ഥിതി സംരക്ഷണ നിയമം എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പരിസ്ഥിതി ലോല മേഖലകളെ അറിയിക്കുന്നതിനായി പശ്ചിമഘട്ട മേഖലയ്ക്കുള്ളിലെ പ്രദേശങ്ങളുടെ പാരിസ്ഥിതിക സ്ഥിതി വിലയിരുത്തുക, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി സമഗ്രമായ കൂടിയാലോചന പ്രക്രിയയിലൂടെ പശ്ചിമഘട്ട മേഖലയുടെ സംരക്ഷണത്തിനും പുനരുജ്ജീവനത്തിനുമുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുക, 1986 പരിസ്ഥിതി സംരക്ഷണ നിയമം എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പശ്ചിമഘട്ട പരിസ്ഥിതി അതോറിറ്റി രൂപീകരിക്കുന്നതിനുള്ള രീതികൾ ശുപാർശ ചെയ്യുക എന്നിവയാണ് ഗവൺമെൻറ് ഗാഡ്ഗിൽ റിപ്പോർട്ട് തയ്യാറാക്കാനായി ഗാഡ്ഗിൽ കമ്മീഷന് നൽകിയ നിർദ്ദേശങ്ങൾ എന്നത്. ഇതിനുശേഷമാകെ 14 തവണയാണ് സമിതി യോഗം കൂടുന്നത്. ആദ്യത്തെ യോഗം 2010 മാർച്ച് 30-നും അവസാനത്തേത് 2011 ഓഗസ്റ്റ് 16, 17 തീയതികളിലും
ബംഗളൂരുവിൽ വെച്ച് നടക്കുന്നതായും കാണാം. പരിസ്ഥിതി സംഘടനകളും ശാസ്ത്ര സാങ്കേതിക സമൂഹവുമൊക്കെയുമായി നടത്തിയ വിശദമായ സംവാദങ്ങൾക്കും സാങ്കേതിക ചർച്ചകൾക്കും അഭിപ്രായ രൂപീകരണത്തിന് ശേഷം 2011 ഓഗസ്റ്റ് 31 ഗാഡ്ഗിൽ സമിതി തങ്ങളുടെ 522 പേജുള്ള റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നതായി കാണാം. ഈ റിപ്പോർട്ട് തയ്യാറാക്കാനായി അവർ ഉപയോഗിച്ച പഠനരീതി എങ്ങനെയായിരുന്നു എന്നുകൂടി പറഞ്ഞു പോകാം. ഗാഡ്ഗിൽ കമ്മീഷൻ പരിസ്ഥിതി ലോല മേഖലകളെ, അതായത് എക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകളെ നിർണ്ണയിക്കാൻ മൊത്തം പശ്ചിമഘട്ടത്തെ സമിതി 9 കിലോമീറ്റർ നീളവും 9 കിലോമീറ്റർ വീതിയുമുള്ള 2200 ചതുരങ്ങളായി തിരിച്ചു. എന്നാൽ ഈ ചതുരങ്ങളിലുള്ള സസ്യജാലങ്ങളുടെ വിവരങ്ങൾ മുമ്പേ ഉണ്ടായിരുന്നു. ഇത് ശേഖരിച്ചും പ്രസിദ്ധീകരിച്ചതുമല്ലാത്തതുമായ മറ്റ് പരിസ്ഥിതി വിവരങ്ങളും സംഗ്രഹിച്ച് എക്കോ സെൻസിറ്റീവ് സോണുകളുടെ 14 അടിസ്ഥാന സ്വഭാവങ്ങൾ തീരുമാനിച്ചു. ജൈവ വൈവിധ്യം, ഭൂമിയുടെ ചരിവ്, മഴയുടെ തോത് എന്നിവയായിരുന്നു അവയിൽ പ്രധാനപ്പെട്ടത്. ഇങ്ങനെ കണ്ടെത്തിയ 14 അടിസ്ഥാന സ്വഭാവങ്ങൾ 1 മുതൽ 10 വരെ മാർക്ക് കൊടുത്തു. തുടർന്ന് 1 മുതൽ 3 വരെ മാർക്ക് കിട്ടിയവയെ മേഖല 3ലും, അതായത് സോൺ 3ലും, 3 മുതൽ 5 വരെ മാർക്കുള്ളവയെ മേഖല 2ലും, അതായത് സോൺ 2ലും, 5 മുതൽ 10 മാർക്ക് വരെയുള്ളവയെ മേഖല 1ലും, അതായത് സോൺ 1ലുമായി തിരിച്ചു. ഗാഡ്ഗിൽ സമിതിയുടെ ഏറെ വിവാദങ്ങൾക്ക് കാരണമായ ഒരു ഘടകമാണ് സമിതി നിർണയിച്ച ഈ 3 പരിസ്ഥിതി ലോല മേഖലകൾ എന്നത്. താലൂക്ക് അടിസ്ഥാനത്തിലാണ് സമിതി ഇവയെ നിർണയിച്ചത്. എന്നാൽ ഒരു താലൂക്കും പൂർണ്ണമായി ഏതെങ്കിലും ഒരു പരിസ്ഥിതി ലോല മേഖലയിൽ വരുന്നില്ല. പഞ്ചായത്തുകളാണ് ഓരോ മേഖലയുടെയും അതിരുകൾ നിശ്ചയിക്കേണ്ടതെന്ന പക്ഷമാണ് സമിതി ഇക്കാര്യത്തിൽ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടത്തിൽ വരുന്ന 44 ജില്ലകളിലെ 142 താലൂക്കുകളിൽ നിന്ന് 134 പരിസ്ഥിതി ലോല മേഖലകളാണ് സമിതി തിരിച്ചറിഞ്ഞത്. കേരളത്തിലെ 75 താലൂക്കുകളിൽ നിന്ന് 25 എണ്ണമാണ് പരിസ്ഥിതി ലോലമായി തിരിച്ചറിഞ്ഞത്. ഇവയിൽ 15 എണ്ണം മേഖല 1ലും, അതായത് സോൺ 1ലും, 2 എണ്ണം മേഖല 2ലും, അതായത് സോൺ 2ലും, 8 എണ്ണം മേഖല 3ലും, അതായത് സോൺ 3ലുമാണുള്ളത്. എല്ലാ വികസന പ്രവർത്തനങ്ങളും, അതായത് ഖനനം, താപവൈദ്യുത നിലയങ്ങൾ മുതലായവ സോൺ 1 മേഖലകൾ നിയന്ത്രിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ സോൺ 1ന് പ്രധാന മുൻഗണനയുണ്ട് എന്നതാണ്. ഈ സ്ക്രീനിൽ കാണുന്നവയാണ് ഗാഡ്ഗിൽ കമ്മീഷൻ സംസ്ഥാനങ്ങളുടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ 3 മേഖലകളെ, അതായത് സോൺ 1, സോൺ 2, സോൺ 3 ആയി തിരിച്ച് അവയുടെ ജൈവ വൈവിധ്യത്തിൻ്റെയും ഭൂമിയുടെ ചരിവിൻ്റെയും ആ മേഖലകളിൽ ലഭിക്കുന്ന മഴയുടെ തോതിനെയും കണക്കിലെടുത്ത് എത്ര താലൂക്കുകൾ ഓരോ സോണുകളിലും കാണപ്പെടുന്നു എന്ന് വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതിലെ സോൺ 1 മേഖലകളിൽ ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ളത് മഹാരാഷ്ട്രയിലും 2ാമത് കർണാടകയുമാണ്. 3ാമത്തെ കേരളവും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് നമുക്ക് കാണാം. പരിസ്ഥിതി ലോല മേഖലകളെ കൂടാതെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളും സമിതി നിർദ്ദേശിച്ചതായി കാണാം. ഇവയുടെ അതിരുകൾ നിർണ്ണയിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളും പഞ്ചായത്തുകളും ചേർന്നാണെന്ന് സമിതി അഭിപ്രായപ്പെടുകയുണ്ടായി. ഇങ്ങനെ സമിതി പരിഗണിച്ച കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ ഇവയാണ്. ഇതുകൂടാതെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എക്കോ സെൻസിറ്റീവ് സോണുകളിൽ ചെയ്യാവുന്നതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളും ഗാഡ്ഗിൽ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവ കൂടി പറഞ്ഞു പോകാം. അതിലൊന്ന് എന്നത് ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ പാടില്ല, പ്ലാസ്റ്റിക് ഉപയോഗം 3 വർഷം കൊണ്ട് നിർത്തണം, മേഖല 1 5 വർഷം കൊണ്ടും, മേഖല 2 8 വർഷം കൊണ്ടും, മേഖല 3 10 വർഷം കൊണ്ടും ജൈവ കൃഷിയിലേക്ക് മാറണം, പ്രത്യേക സാമ്പത്തിക മേഖലയോ പുതിയ ഹിൽ സ്റ്റേഷനോ പാടില്ല. അതുപോലെ തന്നെ മേഖല 1ലും മേഖല 2ലും വനഭൂമി മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, കൃഷിഭൂമി കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. മേഖല 3ൽ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ കണക്കിലെടുത്ത് കൃഷിഭൂമി മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ തനത് മത്സ്യങ്ങളെ സംരക്ഷിക്കുന്നതിന് സാമ്പത്തിക പ്രോത്സാഹനം കൊടുക്കണമെന്നും, ഏകവിളത്തോട്ടങ്ങൾ പാടില്ല, അതായത് ഒരു സമയത്ത് ഒരു കൃഷിയിടത്തിൽ ഒരു ഇനം വിളകൾ വളർത്തുന്ന രീതി പാടില്ല എന്നും, മേഖല 1ലും മേഖല 2ലും പുതിയ ഖനനം അനുവദിക്കരുതെന്നും, 2016ഓടെ മേഖല 1ലെ ഖനനം പൂർണ്ണമായും നിർത്തണമെന്നും, നിയന്ത്രണ വിധേയമായി മേഖല 2ൽ ഇപ്പോഴുള്ള ഖനനവും മേഖല 3ൽ പുതിയ ഖനനവും ആവാമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോഡ് വികസനം പരിസ്ഥിതി ആഘാത പഠനങ്ങൾക്ക് ശേഷമേ ആകാവൂ എന്നും ഈ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. പരിസ്ഥിതിക്ക് കോട്ടം പറ്റാത്ത രീതിയിലാകണം കെട്ടിട നിർമ്മാണമെന്നും, സിമന്റ്, കമ്പി, മണൽ എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും, എല്ലാ മേഖലകളിലും മഴവെള്ള ശേഖരണം, ആധുനിക ഊർജത്തിന്റെ ഉപയോഗം, മാലിന്യ സംസ്കരണം എന്നിവയ്ക്കുള്ള സൗകര്യമുണ്ടായിരിക്കണമെന്നും ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രധാനമായും നിർദ്ദേശിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ വന അവകാശ നിയമം കണക്കിലെടുത്ത് കമ്മ്യൂണിറ്റി ഫോറസ്റ്റ് റിസർവ് എന്ന സംവിധാനം നടപ്പാക്കുക, മേഖല 1-ൽ മണൽ വാരലിനും പാറ പൊട്ടിക്കലിനും പുതിയ അനുമതി നൽകരുതെന്നും മേഖല 1-ലും 2-ലും പരിസ്ഥിതി മലിനമാക്കുന്ന റെഡ്, ഓറഞ്ച് കാറ്റഗറി വ്യവസായങ്ങൾ പുതിയതായി അനുവദിക്കരുത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതുപോലെ തന്നെ കാലാവധി കഴിഞ്ഞ ജലവൈദ്യുത പദ്ധതികൾ ഡീകമ്മീഷൻ ചെയ്യണമെന്നും ഈ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു. ആതിരപ്പള്ളി അണക്കെട്ടുകൾ വേണ്ടെന്നും ഗോവയിലും മഹാരാഷ്ട്രയിലും പുതിയ ഖനനം നിയന്ത്രണ വിധേയമായേ ആകാവൂ എന്നുമുള്ള നിലപാടാണ് സമിതി എടുത്തത്. മാധവ് ഗാഡ്ഗിൽ സമിതിയുടെ ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഒരു വിഭാഗം ജനങ്ങളും സംസ്ഥാന സർക്കാരുകളും കടുത്ത ആശങ്ക ഉന്നയിക്കുകയും വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്തു. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ജനാധിപത്യപരമായ തീരുമാനമെടുക്കൽ പ്രക്രിയയുടെ ആരംഭ പോയിന്റായി വാഗ്ദാനം ചെയ്ത ഞങ്ങളുടെ റിപ്പോർട്ട് ഒഴിവാക്കൽ സംരക്ഷണത്തിനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത്. അനൗപചാരികമായ പല സത്യങ്ങളും ചൂണ്ടിക്കാണിച്ചതിനാലാണ് ഗാഡ്ഗിൽ കമ്മീഷൻ ഇപ്പോൾ ആക്രമിക്കപ്പെടുന്നതെന്ന് മാധവ് ഗാഡ്ഗിൽ വ്യക്തമാക്കി. കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സന്നദ്ധ സംഘടനകൾ, വിദഗ്ധർ, പഞ്ചായത്ത് അംഗങ്ങൾ മുതൽ എംപിമാർ, സംസ്ഥാന കേന്ദ്ര മന്ത്രിമാർ വരെയുള്ള ജനപ്രതിനിധികൾ എന്നിവരുമായി വിപുലമായ കൂടിയാലോചനകൾ നടത്തി സുതാര്യമായ രീതിയിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഞങ്ങൾ നൽകിയത് ഗ്രാമസഭകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പങ്കാളിത്ത പ്രക്രിയയിലൂടെ സൂക്ഷ്മമായി ക്രമീകരിക്കേണ്ട വിശാലമായ മാർഗനിർദ്ദേശങ്ങളാണെന്ന് ഗാഡ്ഗിൽ കമ്മീഷൻ വ്യക്തമാക്കി. ഈ റിപ്പോർട്ടിന്മേൽ പൊതുസംവാദത്തിന് തുടക്കമിടാനും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾ മുതൽ സംസ്ഥാന സർക്കാരുകൾ വഴി കേന്ദ്രം വരെ ഫീഡ്ബാക്ക് സംവിധാനം സ്ഥാപിക്കാനും ശ്രമിച്ചിട്ടില്ല എന്നാണ് മാധവ് ഗാഡ്ഗിൽ ഈ പ്രക്ഷോഭങ്ങൾക്കെതിരെ പ്രതികരിച്ചത്. ഇതിനെ തുടർന്ന് ഈ ആശങ്കകൾ പരിഗണിച്ചും ഗാഡ്ഗിൽ സമിതി ശുപാർശകൾ വിലയിരുത്തിയും പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കുകയെന്ന നിർദ്ദേശത്തോടെ കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ അംഗം കെ കസ്തൂരിരംഗൻ്റെ നേതൃത്വത്തിലുള്ള മറ്റൊരു സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിക്കുകയുണ്ടായി. ഇതിനെ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് എന്നും കസ്തൂരിരംഗൻ കമ്മിറ്റിയും എന്നും അറിയപ്പെട്ടു. ഇനി ആരാണ് കസ്തൂരിരംഗൻ എന്നതുകൂടി മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. 1994 മുതൽ 2003 വരെ ISRO നേതൃത്വം വഹിച്ച ഒരു ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കൃഷ്ണസ്വാമി കസ്തൂരിരംഗൻ എന്നത്. എറണാകുളത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളായ പത്മശ്രീയും പത്മവിഭൂഷണും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി കസ്തൂരിരംഗൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ 12 അംഗങ്ങളാണ് കസ്തൂരിരംഗൻ സമിതിയിലുണ്ടായിരുന്നത്. ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പഠനത്തിനും വിശകലനത്തിനും വിധേയമാക്കിയുള്ള ഒരു കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പ്രധാനമായും കസ്തൂരിരംഗൻ സമിതിയെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ളത്. വിശദമായ വിലയിരുത്തലിന് ശേഷവും ഗാഡ്ഗിൽ സമിതി ശുപാർശകളെ തത്വത്തിൽ അംഗീകരിക്കുന്ന നിലപാടാണ് കസ്തൂരിരംഗൻ സമിതി മുന്നോട്ട് വെച്ചത്. എന്നാൽ അതുപോലെ തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നിർദ്ദേശിച്ച സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി വികസനവും പരിസ്ഥിതി സംരക്ഷണവും സന്തുലിതമാക്കാനാണ് കസ്തൂരിരംഗൻ കമ്മീഷൻ പ്രധാനമായി ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ സുപ്രധാനമായ ചില മേഖലകളിൽ കാതലായ മാറ്റങ്ങൾ നിർദ്ദേശിച്ചു. അതിലൊന്നാണ് പശ്ചിമഘട്ട മലനിരകളുടെ 4/3 ഭാഗവും പരിസ്ഥിതി ദുർബല പ്രദേശമായി, അതായത് എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഗാഡ്ഗിൽ സമിതി ശുപാർശകളിൽ വിയോജിപ്പ് രേഖപ്പെടുത്തി. പശ്ചിമഘട്ട മലനിരകളുടെ ഏകദേശം 37% ഇപ്രകാരമുള്ള പ്രദേശമാണെന്ന് കസ്തൂരിരംഗൻ സമിതി വിലയിരുത്തി. അതുപോലെ തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി ശുപാർശ ചെയ്ത 3 തരം പരിസ്ഥിതി ലോല മേഖലകളെയും സംരക്ഷിക്കുന്നതിന് പകരം ഒറ്റ മേഖലയെ മാത്രം സംരക്ഷിക്കാനായിരുന്നു കസ്തൂരിരംഗൻ സമിതിയുടെ നിർദ്ദേശം. കൂടാതെ പരിസ്ഥിതി സംവേദ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങളിൽ ഗാഡ്ഗിൽ സമിതി നിർദ്ദേശിച്ച കർശന നിയന്ത്രണങ്ങൾ തന്നെ നടപ്പാക്കണമെന്നും യാതൊരുവിധ ഖനന പ്രവർത്തനങ്ങളും ഇപ്രകാരമുള്ള പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ അനുവദിക്കാൻ പാടില്ലെന്നും സമിതി നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ തെർമൽ പവർ പ്രോജക്റ്റുകൾ എക്കോ സെൻസിറ്റീവ് ഏരിയകളിൽ അനുവദിക്കില്ല എന്നും വിശദമായ ഇമ്പാക്റ്റ് അസസ്മെന്റ് പഠനത്തിന് ശേഷം മാത്രമേ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകളുമൊക്കെ അനുവദിക്കുകയുള്ളൂ എന്നും കസ്തൂരിരംഗൻ കമ്മിറ്റി വിലയിരുത്തി. അതുപോലെ തന്നെ ഈ മേഖലയിലെ 50 വർഷത്തിന് മുകളിൽ പ്രായമുള്ള അണക്കെട്ടുകൾ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന നിർദ്ദേശത്തോട് വിയോജിക്കുകയും അവ അറ്റകുറ്റപ്പണികൾ നടത്തി സംരക്ഷിക്കണമെന്ന അഭിപ്രായമാണ് കസ്തൂരിരംഗൻ സമിതി പ്രകടിപ്പിച്ചത്. എന്നാൽ ആതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയെ എതിർത്തുകൊണ്ടുള്ള ഗാഡ്ഗിൽ സമിതി ശുപാർശയെ ഈ സമിതി പിന്താങ്ങിയെങ്കിലും പുതിയ പഠന റിപ്പോർട്ടുമായി അംഗീകാരത്തിനായി അപേക്ഷിക്കണമെന്ന് കേരള സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിനോട് മാത്രമല്ല കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കരുതെന്നാവശ്യപ്പെട്ട് കർഷകരും വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് കർണാടക സർക്കാർ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയും ചെയ്തു. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെയും കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെയും തള്ളിപ്പറയുന്നവരുടെ ഭാഗത്തു നിന്നുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പരിശോധിക്കാം.
അതിലൊന്നാമത്തേതാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ 250-ൽ താഴെ ജനസാന്ദ്രതയുള്ള 123 ഗ്രാമങ്ങളെ പാരിസ്ഥിതികമായി ദുർബല ഭൂമിയായി മുദ്ര കുത്തിയിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നെങ്കിലും 100-ൽ കൂടുതൽ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളെ പാരിസ്ഥിതികമായി ദുർബല ഭൂമിയായി കണക്കാക്കരുതെന്നാണ് റിപ്പോർട്ടിനെ എതിർക്കുന്നവർ പറയുന്ന ഒരു കാരണമെന്നത്. അതുപോലെ തന്നെ റബ്ബർ, തേയില, കാപ്പി, കുരുമുളക്, കശുവണ്ടി, ഏലം എന്നിവ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷിത പ്രദേശങ്ങളിൽ അനുവദിക്കാൻ പാടില്ലാത്ത വാണിജ്യ വിളകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും കർഷകരെയും നശിപ്പിക്കുമെന്നാണ് കർഷക സംഘടനകൾ പറയുന്ന മറ്റൊരു കാരണമെന്നത്. കൂടാതെ രാസവളങ്ങളും കീടനാശിനികളും പാടില്ലെന്ന കസ്തൂരിരംഗൻ ശുപാർശയുടെ സാധുതയെ കർഷക ആക്ഷൻ കൗൺസിൽ ചോദ്യം ചെയ്യുകയും അവയുടെ ഉപയോഗം ഉപേക്ഷിക്കുന്നത് നല്ലതല്ലെന്നാണ് പല ശാസ്ത്രജ്ഞരുടെയും അഭിപ്രായം. കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ പാനൽ റിപ്പോർട്ടുകളുടെ ആത്യന്തിക ലക്ഷ്യം മലനിരകളിലെ കർഷകരെ കുടിയൊഴിപ്പിക്കലാണെന്ന് കർഷക ആക്ഷൻ കൗൺസിൽ ആരോപിക്കുകയും ചെയ്തു. പിന്നീടുണ്ടായിരുന്ന ഒരു പ്രധാന ആരോപണം എന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി പരിസ്ഥിതി സംരക്ഷണ കേന്ദ്രീകൃതമായിരിക്കുകയും എന്നാൽ കസ്തൂരിരംഗൻ കമ്മിറ്റി സംരക്ഷണവും വികസനവും സന്തുലിതമാക്കാൻ ശ്രമിച്ചു എന്നതാണ്. അതുപോലെ തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും ശുപാർശകൾ നടപ്പാക്കരുതെന്ന് ഹർജിക്കാരൻ സുപ്രീം കോടതിയിൽ അപേക്ഷിച്ചിരുന്നു. എന്നാൽ കേരളത്തിലെ കർഷകരുടെ കൂട്ടായ്മയായ കർഷക ശബ്ദം സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജി 2022 സെപ്റ്റംബർ 12 സുപ്രീം കോടതി തള്ളുകയാണ് ഉണ്ടായത്. 2013 നവംബർ 13, 16 തീയതികളിൽ കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം കസ്തൂരിരംഗൻ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിക്കുന്നതായി പ്രസ്താവന ഇറക്കി. ഇതിനു മുമ്പേ തന്നെ നവംബർ 8 റിപ്പോർട്ട് പഠിച്ച് ജനാഭിപ്രായം ആരായാനായി ഒരു വിദഗ്ധ സമിതിയെ നിയമിച്ചിരുന്നു. അഭിപ്രായങ്ങൾ ശേഖരിച്ച ശേഷം ഈ സമിതി കസ്തൂരിരംഗൻ കമ്മിറ്റി നിർദ്ദേശിച്ച പരിസ്ഥിതി ലോല മേഖലകൾ അതേപോലെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവയുടെ കൃത്യമായ അതിർത്തികൾ സർവേ നടത്തി നിശ്ചയിക്കണമെന്നും ശുപാർശ ചെയ്തു. ഇത് പ്രകാരം റവന്യൂ വകുപ്പിന്റെ സഹകരണത്തോടെ ബന്ധപ്പെട്ട പഞ്ചായത്തുകളിൽ സർവേകൾ നടന്നു. ഇതിന്റെ റിപ്പോർട്ട് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തുടർന്ന് 2013 ഒക്ടോബറിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്ന സമയത്താണ് കേരള സർക്കാർ ഉമ്മൻ വി ഉമ്മൻ കമ്മീഷനെ നിയോഗിക്കുകയും ജനവാസ മേഖലകൾ, തോട്ടങ്ങൾ, കൃഷിയിടങ്ങൾ എന്നിവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തരുതെന്ന് ഉമ്മൻ വി ഉമ്മൻ സമിതി ശുപാർശ ചെയ്യുകയും ചെയ്തു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് വെസ്റ്റേൺ ഗട്ട്സ് അല്ലെങ്കിൽ പശ്ചിമഘട്ടമെന്നും എന്താണ് എക്കോ സെൻസിറ്റീവ് സോണുകളെന്നും എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നും എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മുന്നോട്ട് വെച്ചതെന്നും ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ പ്രൊട്ടസ്റ്റുകളെക്കുറിച്ചും കൂടാതെ എന്താണ് കസ്തൂരിരംഗൻ റിപ്പോർട്ടെന്നും അത് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ് എന്നതുമൊക്കെയാണ് നമ്മൾ ഇന്ന് പങ്കുവച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂടി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ